പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്ത് തന്നെ ഇപ്പം രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ തെലങ്കാനയിലെ വികസനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക്. വേണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് തരാം, വന്നൊന്ന് കണ്ടു നോക്കിയോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും ഇപ്പം ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് രേവന്ത് റെഡ്ഡിനെ തന്നെ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അതാണ്. അവർ മുന്നിൽ വെക്കുന്നത് തെലങ്കാന മോഡൽ വികസനമാണ്. തെലങ്കാനയും കർണാടകയും ഈ രണ്ട് സ്ഥലത്തും കോൺഗ്രസ് ആണ്. അവിടുത്തെ വികസനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം രേവന്ത് റെഡ്ഡിനെ തന്നെ കൊണ്ടുവന്ന് ഇതാക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അത് തന്നെയാണ്. തെലങ്കാന മോഡൽ വികസനം ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കും. അതാണ് കൃത്യമായിട്ട് UDF ഇപ്പം മറ്റേ KSRTCയിലെ കാര്യമൊക്കെ, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ, അതൊക്കെ തെലങ്കാനയിലും കർണാടകയിലും നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും എന്നുള്ളതാണ് UDF കൃത്യമായിട്ട് അവരുടെ പ്രചരണത്തിൽ പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണല്ലോ LDF പ്രചരണം കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ UDFന് ഒരുപാട് കാര്യങ്ങൾ അവിടെ തെലങ്കാനയിലും ഇതേപോലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം വികസനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പം ഭാരത് ഫ്യൂച്ചർ സിറ്റി, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ വളരെ മുന്നിലാണെന്നാണ് പറയുന്നത്. അതുപോലെ മൂസി നദി പുനരുജ്ജീവനം, അതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലാണ് മറ്റേ ട്രാൻസ്ജെൻഡറുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ സൗജന്യ യാത്ര, അതെന്തോ മഹാലക്ഷ്മി പദ്ധതി. പിന്നെയുള്ളത് മറ്റേ പാചകവാതകം 500 രൂപയ്ക്ക് കൊടുക്കുക. അതവിടെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഇവരുടെ പദ്ധതിയായിരുന്നു. അതുപോലെ ഗൃഹജ്യോതി, അതായത് അർഹരായ കുടുംബങ്ങൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി കൊടുക്കുന്ന പരിപാടിയാണ്. അതുപോലെ 31,000 കോടി രൂപയുടെ കാർഷിക തടങ്ങൾ എഴുതിത്തള്ളും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതുപോലെ 1.25 കോടി കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, അത് ഇന്ദിരാമ ഇൻഷുറൻസ് പദ്ധതി ആണ്. അത് ഇവിടെ കൊണ്ടുവന്നത് UDF 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പം അവിടെ 5 ലക്ഷം ആണെങ്കിൽ അത് 25 ലക്ഷമാക്കിയിട്ട് ഇവിടെ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രായോഗികത നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയുന്നത് 2047 തെലങ്കാനയുടെ $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള തെലങ്കാന റൈസിംഗ് 2047. ഇതാണ് ഇവരുടെ ഈ ഒരു വിഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് തെലങ്കാന അവരുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്, ഈ മാതൃക കാണിച്ചിട്ടാണ് ഇപ്പം കേരളത്തിൽ UDF പ്രചരണം നടത്തുന്നത്.